മണിപ്പൂരിൽ വധിക്കപ്പെട്ട താഡോ ബാപ്റ്റിസ്റ്റ് അസോസിയേഷൻ പ്രസിഡന്റ് റവറൻ ഡോക്ടർ വി സിറ്റ്ലൌവിന്റെ സംസ്കാരവേളയിൽ മകൻ ഹാമിൻലു സിറ്റ്ലൌ കൊലയാളികളോട് ക്ഷമിച്ച വാർത്ത ഇപ്പോൾ വൈറലാണ്. ഇതുപോലെ പ്രിയപ്പെട്ടവരുടെ വേർപാടിന്റെ സമയത്ത് ഹൃദയം നുറുങ്ങുന്ന വേദനയുടെ നടുവിൽ ക്രിസ്തുവിന്റെ ക്ഷമിക്കുന്ന സ്നേഹത്തിന്റെ സാക്ഷികളായി മാറിയ നിരവധി പേരുണ്ട്. മണിപ്പൂരിൽ പിതാവിന്റെ ഘാതകർക്ക് മാപ്പ് നൽകിയ അസാധാരണ സംഭവത്തിൽ നിന്നും തുടങ്ങാം. We all know that he was a peace lover who worked for peace and who would like to bring peace back to our state. And I would like to make this record straight that in the name of my Lord and my Savior Jesus Christ, I have forgiven the perpetrators who have taken away my father and his colleague. In the name of Jesus Christ, I have forgiven them. മണിപ്പൂരിലെ സമാധാന ശ്രമങ്ങൾക്ക് മുന്നിൽ നിന്ന് പ്രവർത്തിച്ചിരുന്ന ഡോക്ടർ വി സിറ്റ്ലൌവും മറ്റ് 2 പാസ്റ്റർമാരും തീവ്രവാദികളുടെ ഒളിയാക്രമണത്തിൽ കൊല്ലപ്പെട്ടത് മെയ് 13-നായിരുന്നു. സഭാ നേതാക്കൾ കലാപത്തിന്റെ ഇരകളായി മാറിയപ്പോൾ സംസ്ഥാനത്ത് ചോരപ്പുഴ ഒഴുകുമോ എന്ന ആശങ്ക ഉയർന്ന സമയത്ത് ഹാമിൻലു സിറ്റ്ലൌ ക്ഷമയുടെ സുവിശേഷമാണ് പ്രഘോഷിച്ചത്. പിതാവിന്റെ മൃതദേഹത്തിനടുത്ത് നിന്നായിരുന്നു ആ ചെറുപ്പക്കാരന്റെ അസാധാരണമായ വാക്കുകൾ. തോക്കുകളേക്കാൾ ശക്തി ഉണ്ടായിരുന്നു ക്ഷമയുടെ വാക്കുകൾക്ക്. തടവിലാക്കപ്പെട്ട കുക്കി വിഭാഗത്തിൽപ്പെട്ടവരെ സുരക്ഷിതമായി മോചിപ്പിക്കാൻ സഹായിക്കണമെന്ന് നാഗ സിവിൽ സൊസൈറ്റി ഗ്രൂപ്പുകളോട് അഭ്യർത്ഥിച്ചിരുന്നു. ആ നിലവിളിക്കുള്ള ഉത്തരം പോലെ തട്ടിക്കൊണ്ടുപോയ 38 പേരിൽ 2 സലേഷ്യൻ ബ്രദേഴ്സ് ഉൾപ്പെടെ 28 പേരെ മോചിപ്പിച്ചു കഴിഞ്ഞു. ഗ്ലാഡിസ് സ്റ്റെയിൻസിനെ ആർക്കും പെട്ടെന്ന് മറക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. ഓസ്ട്രേലിയൻ മിഷണറിയായ ഗ്രഹാം സ്റ്റെയിൻസിനെയും അദ്ദേഹത്തിന്റെ മക്കളായ ഫിലിപ്പ്, തിമോത്തി എന്നീ 2 പിഞ്ചു കുഞ്ഞുങ്ങളെയും വാനിലിട്ട് കത്തിച്ചു കൊന്നത് 1999 ജനുവരിയിൽ ഒഡീഷയിലെ മനോഹർപൂരിൽ വെച്ചായിരുന്നു. ഈ ദാരുണമായ സംഭവത്തിനു ശേഷം അദ്ദേഹത്തിന്റെ ഭാര്യ ഗ്ലാഡിസ് സ്റ്റെയിൻസ് ലോകത്തോട് പറഞ്ഞ വാക്കുകൾ ചരിത്രമായി മാറി. എന്റെ ഭർത്താവിനെയും മക്കളെയും വധിച്ചവരോട് ഞാൻ പൂർണ്ണമായി ക്ഷമിക്കുന്നു. എന്റെ ഉള്ളിൽ ആരോടും വെറുപ്പില്ല. കൊലപാതക സംഘത്തിൽപ്പെട്ട ഒരാൾ വർഷങ്ങൾക്കു ശേഷം മാനസാന്തരപ്പെടുകയും ചെയ്തു. But love your enemies, do good to those who hate you, bless those who persecute you. And this, in Romans it says, Romans chapter 12, it says, bless those who persecute you. വാഴ്ത്തപ്പെട്ട രക്തസാക്ഷി സിസ്റ്റർ റാണി മരിയെ 1995 മധ്യപ്രദേശിലെ ഉദയനഗറിൽ വെച്ച് സമന്തർ സിംഗ് ബസ്സിനുള്ളിൽ വെച്ച് കുത്തിക്കൊലപ്പെടുത്തുകയായിരുന്നു. 50-ലധികം കുത്തുകളേറ്റു. ജയിലിലായ സമന്തർ സിംഗിനെ കാണാൻ പിന്നീട് സിസ്റ്റർ റാണി മരിയുടെ സഹോദരി സിസ്റ്റർ സെൽമി ജയിലിലെത്തി. രക്ഷാബന്ധൻ ദിനത്തിൽ അവന്റെ കൈകളിൽ രാഖി കെട്ടിക്കൊണ്ട് പറഞ്ഞു, ഞാൻ നിന്നെ എന്റെ സഹോദരനായി സ്വീകരിക്കുന്നു. ആ സ്നേഹത്തിന് മുന്നിൽ തകർന്നുപോയ സമന്തർ സിംഗ് ജയിലിൽ വെച്ച് മാനസാന്തരപ്പെട്ടു. ശിക്ഷ കഴിഞ്ഞ ശേഷം എറണാകുളത്തെ പുല്ലുവഴിയിലെ സിസ്റ്ററിന്റെ വീട്ടിലെത്തിയ സമന്തർ സിംഗിന്റെ കൈകളിൽ ചുംബിച്ചുകൊണ്ടാണ് സിസ്റ്ററുടെ അമ്മ അയാളെ സ്വീകരിച്ചത്. മാതാപിതാക്കളും സഹോദരങ്ങളും സമന്തറിനെ തങ്ങളുടെ കുടുംബാംഗമായി സ്വീകരിക്കുകയും ചെയ്തു. ആ അമ്മയുടെ ശവസംസ്കാര ചടങ്ങിൽ മക്കൾക്കൊപ്പം മൃതദേഹം വഹിക്കാൻ സമന്തർ സിംഗും ഉണ്ടായിരുന്നു. അമേരിക്കയിലെ ക്യാമ്പസുകളിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിച്ച 32-കാരനായ ചാർലി കിർക്ക് 2025 സെപ്റ്റംബറിൽ സർവകലാശാല ക്യാമ്പസിൽ വെച്ച് വെടിയേറ്റു മരിച്ചത് വലിയ വാർത്തയായിരുന്നു. ഭാര്യയും 2 പിഞ്ചു കുഞ്ഞുങ്ങളുമായിരുന്നു അദ്ദേഹത്തിന്. കിർക്കിന്റെ അനുസ്മരണ ചടങ്ങിൽ ഭാര്യ എറിക കിർക്ക് പറഞ്ഞ വാക്കുകൾ ലോകത്തെ കരയിപ്പിക്കുന്നതായിരുന്നു. Father, forgive them, for they not know what they do. I forgive him. എന്റെ ഭർത്താവിന്റെ ജീവനെടുത്ത ആ യുവാവിനോട് ഞാൻ ക്ഷമിക്കുന്നു. ക്രിസ്തു കുരിശിൽ കിടന്ന് ചെയ്തതും അതായിരുന്നു. എന്റെ ഭർത്താവ് ചാർലി ആഗ്രഹിച്ചതും അതുതന്നെയായിരിക്കും. സുവിശേഷം നമ്മെ പഠിപ്പിക്കുന്ന വെറുപ്പിനോടുള്ള മറുപടി സ്നേഹമാണ്. ഗ്ലാഡിസ് സ്റ്റെയിൻസ്, സിസ്റ്റർ റാണി മരിയുടെ കുടുംബാംഗങ്ങൾ, എറിക കിർക്ക് തുടങ്ങിയവരുടെ പട്ടികയിലേക്കാണ് മണിപ്പൂരിലെ ഹാമിൻലു സിറ്റ്ലൌ എത്തുന്നത്. തോക്കുകൾക്കും അക്രമങ്ങൾക്കും തകർക്കാൻ കഴിയാത്ത സ്നേഹത്തിന്റെ സന്ദേശം മണിപ്പൂരിലെ മലനിരകളിൽ നിന്ന് ഹാമിൻലു ലോകത്തോട് വിളിച്ചു പറഞ്ഞു. ആ വാക്കുകൾ കേട്ട് ചിലപ്പോൾ കൊലപാതകികൾ പോലും ഉള്ളിൽ കരഞ്ഞിട്ടുണ്ടാകാം. ഇല്ലെങ്കിൽ അവർ മാനസാന്തരത്തിന്റെ വഴികളിലേക്ക് എത്തുന്ന കാലം അതിവിദൂരമല്ലെന്നാണ് ഈ സംഭവങ്ങൾ തെളിയിക്കുന്നത്. ക്രിസ്തീയ ക്ഷമ വെറുമൊരു വാക്കല്ല, മറിച്ച് പ്രതികാരത്തിന്റെ ചങ്ങലകളെ തകർത്തെറിയുന്ന, ലോകത്തെ സൗഖ്യമാക്കുന്ന ഔഷധമാണ്.